ഇനി നമ്മൾ ലിമിറ്റ് ആൻഡ് ലയബിലിറ്റി ഓഫ് എ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ലിമിറ്റ് ആൻഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പാണ്. ഈ ലിമിറ്റ് ആൻഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് LLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഫോമാണ്. അതിൽ പാർട്ട്ണർഷിപ്പും കമ്പനീൻ്റെ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടും. അതിൽ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അവർ പാർട്ട്നേഴ്സ് എത്ര ഷെയർ ലയബിലിറ്റിയാണ് ഏക്കാന്ന് പറഞ്ഞത്, അതിനനുസരിച്ചിട്ട് ലയബിലിറ്റി അവർ ഏക്കാൻ മതി. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം അവർക്ക് അവരുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സെപ്പറേറ്റ് ബിസിനസ് ഓർഗനൈസേഷനാണ്. ലിമിറ്റഡ് ലയബിലിറ്റി നേരത്തെ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അവർ ആ ബിസിനസ്സിൽ വരുന്ന ലോസസും പ്രോഫിറ്റ്സും എങ്ങനെ ഷെയർ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇതിലും ഷെയർ ചെയ്താൽ മതി. ഫ്ലെക്സിബിൾ അഗ്രിമെൻറ്റ്, അതായത് പാർട്ട്നേഴ്സിൻ്റെ ഇഷ്ടങ്ങളും ബിസിനസ് അവർക്ക് എങ്ങനെയാണോ കൊണ്ടുപോകാൻ പറ്റുന്നത്, ബിസിനസ്സിൻ്റെ ഗ്രോത്തും എല്ലാം കൂടെ നോക്കിയിട്ടാണ് അവർ അഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത്. ഇതിൽ എത്ര പാർട്ട്നേഴ്സാണ് വേണ്ടത്? 2 പാർട്ട്നേഴ്സ് വേണം. അതിൽ ഒരാൾ ഇന്ത്യൻ റെസിഡൻറ്റ് ആയിരിക്കണം. പിന്നെ ഫോംഡ് അണ്ടർ ലോ. ഇത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 പ്രകാരം സ്ഥാപിച്ചതാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന സ്കില്ലും വേണം, പ്രൊഫഷണൽ സ്കില്ലും വേണം. പ്രൊഫഷണൽ സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസും വേണം, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള അറിവും വേണം. ഇത് സ്മോൾ സ്കെയിൽ ബിസിനസ് വരാം, അല്ലെങ്കിൽ ചെറിയ സ്റ്റാർട്ടപ്പ്സൊക്കെ വരാം. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, റിസ്ക്കും ലിമിറ്റഡാണ്. ഇനി അടുത്ത ഫോം ഓഫ് ബിസിനസ് ജോയിൻ്റ് ഇൻടു ഫാമിലി ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഇൻഹെറിറ്റഡ് ഫാമിലി ബിസിനസ്സാണ്. അതായത് അച്ഛൻ്റെ അച്ഛനും അവരെല്ലാവരും എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും ആ ബിസിനസ്സിൽ പങ്കാളിയാകും. ഇത് കൂടുതലും ആണുങ്ങൾ തമ്മിലുള്ള ഒരു ബിസിനസ്സാണ്. ഇതിൽ പെണ്ണുങ്ങൾക്ക് ഒരു റോളൊന്നുമില്ല. അതിൽ നിന്നും അവർ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആൻസെസ്ട്രൽ ബിസിനസ്, അതാണ് നേരത്തെ പറഞ്ഞ അപ്പനും അച്ഛനും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിൽ നമ്മൾ പങ്കാളിയാവുക എന്നുള്ളതാണ്. 3 ജനറേഷനെ അതിൽ പങ്കാളിത്തം വഹിക്കാൻ പറ്റുള്ളൂ. അതിൽ പ്രായം കൂടിയ ആൾ കർത്ത എന്ന് നമ്മൾ പറയും. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ്സിലെ അംഗം ജന്മനെ തൊട്ട് നമ്മൾ ആകുകയാണ്. മാനേജ്മെൻ്റ് എന്ന് വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കും. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്തയ്ക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അതായത് അയാൾക്ക്